ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹി വബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, പരിശുദ്ധ റമദാൻ മണിക്കൂറുകൾ മാത്രം ശേഷിയിരിക്കുമ്പോൾ എല്ലാവർക്കും റമദാൻ്റെ ആശംസകൾ നേടുന്നു. റമദാൻ മാസത്തെ ഒരു മനോഹരമായ കാഴ്ചയാണ് നോമ്പ് തുറക്കുന്ന പരിപാടികൾ. അത് വീട്ടിലായാലും പുറത്തായാലും. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ കിതാബുകൾ എഴുതി വെച്ചത് നോമ്പുകാരൻ്റെ പകൽ പോലെ തന്നെ വളരെ വിലപിടിപ്പുള്ളതാണ് രാത്രിയും. പകൽ സമയം അവൻ്റെ ആത്മാവിനെ പൈശാചികത്തിൽ നിന്നും ശുദ്ധീകരിക്കുമ്പോൾ രാത്രി പടച്ചതമ്പരാനുമായിട്ട് പ്രാർത്ഥനകൾ കൊണ്ട് അടുക്കുന്ന രാത്രികളാണ് റമദാൻ്റെ രാത്രികൾ. 1000 രാത്രികൾ, 1000 മാസങ്ങളെക്കാളും ഫലമുള്ള രാത്രി പോലും ആ രാത്രിയിലാണുള്ളത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, വീട്ടിലായാലും പുറത്തായാലും ആഹാരത്തിൽ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കരുത്. അത് നിങ്ങളുടെ രാത്രിയുടെ ഫലം നഷ്ടപ്പെടുത്തി കളയുമെന്നാണ്. പ്രത്യേകിച്ചും നോമ്പ് തുറപ്പ് പരിപാടികൾ നമ്മൾ വെക്കുമ്പോൾ പലപ്പോഴും ആളുകൾ പറഞ്ഞ് കേൾക്കാറുണ്ട്, ഇന്ന് നോമ്പ് തുറക്കാൻ പോയതുകൊണ്ട് രാത്രി തറാവീഹ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് പലപ്പോഴും കേട്ടിട്ടുമുണ്ട്, അനുഭവപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് നോമ്പ് കാലത്തെ നോമ്പ് തുറപ്പ് പരിപാടികൾ വളരെ മനോഹരമായ സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ഒരു കൂട്ടായ്മയുടെ ഒരുത്തമാണിത്. പക്ഷേ ആ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം നോമ്പുകാരനെ നോമ്പ് തുറപ്പോടുകൂടി പിരിഞ്ഞു പോകുന്ന രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചാൽ അവൻ്റെ രാത്രിയും നഷ്ടപ്പെടുന്നതല്ല. ഇത് വീട്ടിലായാലും ശരി, ഇനി പുറത്ത് പരിപാടികൾ സംഘടിപ്പിക്കുന്നവരായാലും സംഘാടകർക്കും ആ രാത്രി നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. പ്രത്യേകിച്ചും വീടുകളിലും അങ്ങനെ തന്നെ രാത്രിയിലെ ആഘോഷങ്ങളിലും രാത്രിയിലെ ആഹാര പരിപാടികളിലും ചെലവഴിച്ചാൽ ഒരുപക്ഷെ പകല് നോമ്പ് വച്ചതിൻ്റെ അവൻ്റെ പവിത്രത നഷ്ടപ്പെടാൻ കാരണമായി തീരും. അതുകൊണ്ട് എല്ലാ നോമ്പ് തുറപ്പ് പരിപാടികളും നോമ്പ് തുറന്ന ഉടനെ തന്നെ നോമ്പുകാരൻ പിരിഞ്ഞുപോയി രാത്രിയിൽ പ്രാർത്ഥനയിൽ ഏർപ്പെടുവാനുള്ള ഒരു സൗകര്യപ്പെടുത്തി കൊടുക്കുന്നത് നന്നായിരിക്കും. പടച്ചതമ്പുരാൻ തൗഫീഖിനെ തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.